ഇപ്പോൾ ഷീജ നമുക്കൊപ്പം ചേരുകയാണ്. ഷീജ, നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഏറ്റവും ഉയർന്ന കോവിഡ് പോസിറ്റീവ് നിരക്കുകളാണ്, പ്രതിദിന നിരക്കുകളാണ് ഇന്നുണ്ടാവുന്നത് എന്നാണ് സൂചനകൾ ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 100-ലധികം രോഗികളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ, സൂചനകൾ? തീർച്ചയായും ജോജിറ്റ്, കഴിഞ്ഞ 5 ദിവസം തുടർച്ചയായി തന്നെ 100-ലധികം രോഗം സ്ഥിരീകരിച്ച ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കേസ് റിപ്പോർട്ടിംഗ് ഉണ്ടായത്. 141 പേർക്കായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ആ കേസുകളുടെ എണ്ണം കൂടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം തന്നെ അതിന്റെ കൃത്യമായ കണക്കുകൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതായാലും സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതിലേക്ക് സർക്കാർ എത്തിച്ചേർന്നത്. ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ഇത് തന്നെയാണ് വ്യക്തമായത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും അധികം കണക്കുകൾ പുറത്തു വരുന്നു. 152 പേർക്കാണ് ഇന്ന് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന വിവരങ്ങൾ ലഭ്യമാകുന്നു. തീർച്ചയായും 152 പേർക്ക്, അതായത് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതിൽ ഏറ്റവും ഉയർന്ന കേസ്, കൂടുതൽ കേസ് ഇന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 152 പേർക്കാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു ദിവസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ കണക്ക് തന്നെയാണ് ഇത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കണക്കെടുത്താൽ ഡൽഹി 15, പശ്ചിമ ബംഗാൾ 12, മഹാരാഷ്ട്ര 5, തമിഴ്നാട് 5, കർണാടക 4, ആന്ധ്രാപ്രദേശ് 3, ഗുജറാത്ത് 1, ഗോവ 1. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പത്തനംതിട്ട 25, കൊല്ലം 18, കണ്ണൂർ 17, പാലക്കാട് 16, തൃശ്ശൂർ 15, ആലപ്പുഴ 15, മലപ്പുറം 10, എറണാകുളം 8, കോട്ടയം 7, ഇടുക്കി 6, കാസർഗോഡ് 6, തിരുവനന്തപുരം 4, കോഴിക്കോട് 3, വയനാട് 2. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് കൊല്ലം 1, പത്തനംതിട്ട 1, ആലപ്പുഴ 13, കോട്ടയം 3, ഇടുക്കി 2, കോഴിക്കോട് 35, എറണാകുളം 4, തൃശ്ശൂർ 4, പാലക്കാട് 1, മലപ്പുറം 7, കണ്ണൂർ 10. ഇന്ന് 4941 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതുവരെ 3603 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ളത് 1691 പേരാണ്. 1,54,759 പേരാണ് നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്. 2282 പേർ ആശുപത്രികളിലാണ്. ഇന്ന് മാത്രം 288 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 1,48,827 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 4005 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി ഇതുവരെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 40,537 സാമ്പിളുകളാണ് ശേഖരിച്ചത്. അതിൽ 39,113 നെഗറ്റീവായിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 111. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് സ്ക്രീനിംഗ് നിർബന്ധമാക്കണമെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചപ്പോൾ അതിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണവുമായാണ്
ചിലർ ഇറങ്ങിയത്. പ്രവാസികളെ പ്രകോപിപ്പിക്കാനും സർക്കാരിനെതിരെ രോഷം സൃഷ്ടിക്കാനുമുള്ള ശ്രമമുണ്ടായി. ഒരു കാര്യം തുടക്കത്തിലെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. താൽപ്പര്യമുള്ള പ്രവാസികളെ ആകെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. ആ ഒരു പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഒരു ഘട്ടത്തിലും സർക്കാർ പുറകോട്ട് പോയിട്ടില്ല. ഈ നിമിഷം വരെ കേരള സർക്കാർ ഒരു വിമാനത്തിൻ്റെ യാത്രയും മുടക്കിയിട്ടുമില്ല. ഒരാളുടെ വരവ് ഇന്നത്തെ ദിവസം മാത്രം കേരളത്തിലേക്ക് വരാനാണ് അനുമതി നൽകിയത്. 14,058 പേരാണ് ഈ ഫ്ലൈറ്റുകളിൽ ഇന്ന് നാട്ടിലെത്തുന്നത്. ഒന്നൊഴികെ ബാക്കി 71 വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ്. കൊച്ചിയിൽ 24, കോഴിക്കോട് 22, കണ്ണൂരിൽ 16, തിരുവനന്തപുരത്ത് 10. ഇത്തരത്തിലാണ് വിമാനങ്ങൾക്ക് അനുമതി നൽകിയത്. നമ്മുടെ ആളുകൾ നാട്ടിലേക്ക് എത്തണമെന്ന നിലപാടിൻ്റെ ഭാഗമായാണ് ഇത്രയും വിമാനങ്ങൾക്ക് അനുമതി നൽകിയത്. ഇതുവരെ 543 വിമാനങ്ങളും 3 കപ്പലുകളുമാണ് സംസ്ഥാനത്തെത്തിയത്. 543-ൽ 335 എണ്ണം ചാർട്ടേഡ് വിമാനങ്ങളാണ്. 208 എണ്ണം വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായി വന്നതാണ്. ഇതുവരെ 154 സമ്മതപത്രങ്ങളിലൂടെ 1114 വിമാനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ ജൂൺ 30 വരെ 462 ചാർട്ടേഡ് വിമാനങ്ങൾക്കാണ് അനുമതി നൽകിയത്. ഇതുവരെ വിദേശങ്ങളിൽ നിന്നെത്തി രോഗം സ്ഥിരീകരിച്ച ആളുകൾക്കെല്ലാം സൗജന്യമായി കേരള സർക്കാർ ചികിത്സ നൽകുന്നുണ്ട്. ഗുരുതരമായ മറ്റസുഖങ്ങളുള്ള വയോജനങ്ങൾ ഉൾപ്പെടെ ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ എപ്പോൾ തിരിച്ചെത്തിയാലും ചികിത്സ വേണ്ടി വന്നാൽ അത് ലഭ്യമാക്കുക തന്നെ ചെയ്യും. 216 ലോകരാജ്യങ്ങളിലും പ്രവിശ്യകളിലുമായി വ്യാപിച്ച രോഗമാണ് കോവിഡ്-19. ഇതുവരെ 4,80,000-ത്തിലധികം ആളുകൾ മരണമടഞ്ഞു. 90 ലക്ഷത്തിലേറെ പേർക്ക് അസുഖം ബാധിച്ചു. 38 ലക്ഷത്തോളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. നമ്മുടെ ഒരു പ്രത്യേകത, ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നതാണ് കേരളീയ സമൂഹം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരെക്കുറിച്ച് ഈ വേദിയിൽ തന്നെ പലതവണ പറഞ്ഞു. കേരളത്തിലേക്കുള്ള യാത്ര മുടങ്ങിയതുകൊണ്ട് മരണമടഞ്ഞവരല്ല അവരാരും. ഓരോ നാട്ടിലും ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുമുണ്ട്. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഇനിയും എത്ര മരിക്കണം എന്ന തലക്കെട്ടുമായി ഒരു മാധ്യമം
ലോകത്താകെ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ കേരളീയരുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് കണ്ടു. ഭരണകൂടങ്ങൾ അനാസ്ഥ തുറന്നാൽ നാം ഇനിയും നിശബ്ദരായിരുന്നാൽ കൂടുതൽ മുഖങ്ങൾ ചേർക്കപ്പെടും എന്നാണ് ആ പത്രം പറയുന്നത്. അതിന് മറുപടി പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം കേരളീയർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അവർ അവിടെ തുടരുകയും വേണ്ടവരാണ്. ഈ രാജ്യങ്ങളിൽ കേരളീയർ അരക്ഷിതരാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അവിടെ ജീവിക്കുന്നവരെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? അവരെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുത്തിത്തിരിപ്പിനൊക്കെ ഒരു അതിര് വേണം കേട്ടോ. എന്തുതരം മനോനിലയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന് നാം എല്ലാം ചിന്തിക്കണം. ആരുടെയെങ്കിലും അനാസ്ഥ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആണോ ഈ മരണങ്ങൾ സംഭവിച്ചത്? വിദേശ രാജ്യങ്ങളിൽ രോഗബാധിതരായ കേരളീയരെ ആകെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുമായിരുന്നോ? ഇന്നാട്ടിൽ വിമാനങ്ങളും ഇതര യാത്രാമാർഗങ്ങളുമില്ലാത്ത ലോക്ക്ഡൗൺ ആയിരുന്നു കഴിഞ്ഞ നാളുകളിലെന്ന് ഇവർക്ക് ബോധ്യമില്ലേ? മരിച്ചു വീഴുന്ന ഓരോരുത്തരും ഈ നാടിന് പ്രിയപ്പെട്ടവരാണ്. അവരുടെ വേർപാട് വേദനാജനകവുമാണ്. അതിൻ്റെ പേരിൽ സങ്കുചിത ലക്ഷ്യത്തോടെ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് കോവിഡിനേക്കാൾ അപകടകാരിയായ രോഗബാധയാണ്. സംസ്ഥാന സർക്കാർ പരിശോധനാ കാര്യത്തിലും നിയന്ത്രണങ്ങളുടെ കാര്യത്തിലും കർക്കശമായ നിലപാട് ഇതുവരെ എടുത്തിട്ടുണ്ട്. അത് തുടരുകയും ചെയ്യും. ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങൾ ആരെങ്കിലും മൂടി വെച്ചതുകൊണ്ട് ഇല്ലാതാകില്ല. കേരളത്തിൽ നിലവിലുണ്ടായിട്ടുള്ള 90% കോവിഡ് കേസുകളും വിദേശത്തു നിന്നോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ വന്നവയാണ്. അതിൽ തന്നെ 69% കേസുകളും വിദേശത്തു നിന്ന് വന്നവരിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങളിൽ നമുക്കിടപെടാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഇടപെടലിൻ്റെ ആദ്യപടി അവർ യാത്ര തിരിക്കുന്നതിന് മുൻപ് നടത്തുന്ന സ്ക്രീനിംഗ് ആണ്. ഈ സ്ക്രീനിംഗ് നടത്തിയില്ലെങ്കിൽ സംഭവിക്കുന്നത് യാത്രാവേളയിൽ തന്നെ രോഗം കൂടുതൽ പേരിലേക്ക് പകരും. അതിൻ്റെ ഭാഗമായി പ്രവാസി കേരളീയരുടെ ജീവനാണ് അപകടത്തിലാവുക. നമ്മൾ ആദ്യഘട്ടത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നവരിൽ ഏതാണ്ട് 45% ആളുകൾ രോഗം മാരകമായി ബാധിക്കാൻ സാധ്യതയുള്ള ഗർഭിണികളും വയോജനങ്ങളും കുട്ടികളും മറ്റ് രോഗാവസ്ഥയുള്ളവരുമാണ്. രോഗബാധയുള്ളവരോടൊപ്പം യാത്ര ചെയ്യുന്നത് വഴി ഇവരുടെ ജീവൻ വലിയ അപകടത്തിലാവുന്നു. ഇത്
സാധാരണ നിലയിൽ നമുക്ക് അനുവദിക്കാനാവുമോ? അതുപോലെ തന്നെ ഹൈ റിസ്ക് പ്രൈമറി കോണ്ടാക്റ്റുകളും ഉണ്ടാകുന്നത് തടയേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രൈമറി കോണ്ടാക്റ്റ് വഴി ഉണ്ടാകുന്ന മരണനിരക്ക് കൂടുതലാണ്. ഒരാളിൽ നിന്ന് ഒരുപാട് പേരിലേക്ക് രോഗം പകരുന്ന സൂപ്പർ സ്പ്രെഡ് എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മറ്റൊരപകടം. സൂപ്പർ സ്പ്രെഡിന് വിമാനയാത്രകൾ കാരണമാകുന്നു എന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളെല്ലാം കണക്കിലെടുത്താണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനയാത്രകൾക്ക് മുൻപായി സ്ക്രീനിംഗ് നിർബന്ധമാക്കേണ്ടതുണ്ട് എന്ന് നാം തീരുമാനിച്ചത്. കാര്യക്ഷമമായി സ്ക്രീനിംഗ് നടത്താനുള്ള സൗകര്യങ്ങളൊരുക്കി യാത്രയെ തടയാതെയും നീട്ടിവെപ്പിക്കാതെയും നാട്ടിലെത്തിക്കാനാണ് സർക്കാർ തുടക്കം മുതൽ ശ്രമിച്ചത്. അതെങ്ങനെ സാധ്യമാകും എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്റുമായും എംബസികളുമായും ബന്ധപ്പെട്ടു. ഈ മാസം 20 മുതൽ യാത്രക്കാർക്ക് ടെസ്റ്റ് നിർബന്ധമാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ആ ദിവസം അത് പ്രായോഗികമാകാതെ വന്നു. തുടർന്ന് 5 ദിവസം സമയം ദീർഘിപ്പിച്ചു. അതിനിടയിൽ വിദേശ മന്ത്രാലയം ഇടപെട്ട് തീരുമാനത്തിലെത്താൻ കഴിയുമെന്ന് നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. വിമാനയാത്രികരെ ടെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദേശ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ എംബസികളുമായി ബന്ധപ്പെട്ടു. അതിനുശേഷം അറിയിച്ച കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞതാണ്. UAE-യിലും ഖത്തറിലും പരിശോധനാ സംവിധാനങ്ങൾ നിലവിലുണ്ട്. കുവൈത്തിൽ 2 ടെർമിനലുകളിൽ മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അറിയിച്ചത്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും നാട്ടിലെത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലയിൽ തന്നെയാണ് ഈ പ്രശ്നത്തിൽ ഓരോ ഘട്ടത്തിലും നടപടി സ്വീകരിച്ചിട്ടുള്ളത്. നാളെ മുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകളും സ്വകാര്യ ഫ്ലൈറ്റുകളും വന്ദേ ഭാരത് മിഷനിൽ പെടുന്ന ഫ്ലൈറ്റുകളും കേരളത്തിലേക്ക് വരുമ്പോൾ ഇനി പറയുന്ന നടപടികൾ സ്വീകരിക്കും. ടെസ്റ്റ് സൗകര്യമുള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും ടെസ്റ്റ് നടത്തുന്നതിന് ആത്മാർത്ഥമായി ശ്രമിക്കണം. ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അവർ കയ്യിൽ കരുതണം. യാത്രാ സമയത്തിന് 72 മണിക്കൂറിനകത്തായിരിക്കണം ടെസ്റ്റ്. അതായത് ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ സാധുത 72 മണിക്കൂറായിരിക്കും. എല്ലാ യാത്രക്കാരും COVID-19 ജാഗ്രതാ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് വിവരം നൽകണം. എത്തിച്ചേരുന്ന വിമാനത്താവളത്തിൽ സംസ്ഥാന ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള സ്ക്രീനിങ്ങിന് എല്ലാ യാത്രക്കാരും വിധേയമാകണം. രോഗലക്ഷണമുള്ളവരെ മാറ്റി നിർത്തുകയും കൂടുതൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യും. വിദേശത്ത് ടെസ്റ്റിന് വിധേയമാകാത്ത എല്ലാ യാത്രക്കാരും അവർക്ക്
രോഗലക്ഷണമില്ലെങ്കിൽ കൂടി ഇവിടെ എത്തുമ്പോൾ വിമാനത്താവളത്തിൽ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റിന് വിധേയരാകണം. ടെസ്റ്റിൽ പോസിറ്റീവാകുന്നവർ RT-PCR അല്ലെങ്കിൽ ജീൻ എക്സ്പ്രസ്, അതുമല്ലെങ്കിൽ ട്രൂനാറ്റ് ടെസ്റ്റിന് വിധേയമാകണം. ടെസ്റ്റ് റിസൾട്ട് എന്തായാലും എല്ലാ യാത്രക്കാരും സർക്കാർ നിർദ്ദേശിക്കുന്നത് പോലെ 14 ദിവസം നിർബന്ധിത ക്വാറൻറ്റൈനിൽ പോകണം. എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ N95 മാസ്ക്, ഫേസ് ഷീൽഡ്, കയ്യുറ എന്നിവ ധരിക്കണം. കൈകൾ അണുവിമുക്തമാണെന്ന് ഉറപ്പാക്കാൻ ഇടയ്ക്കിടെ സാനിറ്റൈസർ ഉപയോഗിക്കണം. ഖത്തറിൽ നിന്ന് വരുന്നവർ ആ രാജ്യത്തിൻ്റെ എത്രാസ് എന്ന മൊബൈൽ ആപ്പിൽ ആ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവരാകണം. ഇവിടെ എത്തുമ്പോൾ കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം. UAE നിന്ന് വരുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. കാരണം രാജ്യത്തിന് പുറത്തേക്ക് വിമാനമാർഗം പോകുന്ന മുഴുവൻ പേരെയും UAE ആൻറ്റിബോഡി ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട്. ഒമാൻ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നവർ N95 മാസ്ക്, ഫേസ് ഷീൽഡ്, കയ്യുറ എന്നിവ നിർബന്ധമായും ധരിക്കണം. അതോടൊപ്പം സാനിറ്റൈസർ കരുതുകയും വേണം. സൗദി അറേബ്യയിൽ നിന്ന് വരുന്നവർ N95 മാസ്കും ഫേസ് ഷീൽഡും കയ്യുറയും ധരിച്ചാൽ മാത്രം പോരാ, അവർക്ക് PPE കിറ്റ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് ധരിച്ചിരിക്കണം. കുവൈറ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാതെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളും PPE കിറ്റ് ധരിച്ചിരിക്കണം. വിമാനത്താവളത്തിലെത്തിയാൽ ഇരു രാജ്യങ്ങളിലുള്ളവരും കോവിഡ് ടെസ്റ്റിന് വിധേയരാകണം. ആരോഗ്യ വിഭാഗം അനുവദിച്ച ശേഷമേ അവർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളൂ. യാത്രക്കാർ ഉപയോഗിക്കുന്ന PPE കിറ്റുകൾ, കയ്യുറ, മാസ്ക് ഇവയെല്ലാം വിമാനത്താവളത്തിൽ വെച്ച് തന്നെ സുരക്ഷിതമായി നീക്കുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. ഇവിടുത്തെ എയർപോർട്ടുകളിൽ ടെസ്റ്റിനുള്ള സൗകര്യമൊരുക്കും. ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് സർക്കാർ ഏർപ്പെടുത്തുന്ന നിബന്ധനകൾ ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം, പകർച്ചവ്യാധി തടയൽ നിയമം എന്നിവ പ്രകാരം നടപടിയെടുക്കും. ഈ കാര്യങ്ങൾ വിദേശ മന്ത്രാലയത്തെയും ബന്ധപ്പെട്ട എംബസികളെയും അറിയിക്കും. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കായി അപേക്ഷിക്കുന്നവർക്ക് സംസ്ഥാനം NOC നൽകുന്നുണ്ട്. എന്നാൽ അപേക്ഷയിൽ നിശ്ചിത വിവരങ്ങളില്ലാത്തതിനാൽ എംബസികൾ അവ നിരസിക്കുന്നുണ്ട്. അപേക്ഷ നൽകുമ്പോൾ തന്നെ ഉണ്ടാകേണ്ട വിവരങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമ്മതപത്രത്തിനുള്ള അപേക്ഷകൾ കുറഞ്ഞത് 7 ദിവസം മുൻപ് നോർക്കയിൽ ലഭിക്കണം. യാത്ര ഉദ്ദേശിക്കുന്ന തീയതി, വിമാനങ്ങളുടെ എണ്ണം,
യാത്രക്കാരുടെ എണ്ണം, പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ വിമാനത്താവളങ്ങൾ, വിമാനക്കൂലി ഈടാക്കിയാണോ യാത്രക്കാരെ കൊണ്ടുവരുന്നത്? അങ്ങനെയാണെങ്കിൽ നിരക്ക്, യാത്ര തിരിക്കും മുൻപ് കോവിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ആദ്യം അറിയിക്കേണ്ടത്. എല്ലാ വിശദാംശങ്ങളും വെബ്സൈറ്റിലുണ്ട്. കോവിഡ് രോഗബാധ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ടെക്നിക്കൽ വിഭാഗത്തിലേതുൾപ്പെടെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നാളെ രാവിലെ 7 മണി മുതൽ സേവന സജ്ജരായിരിക്കാൻ നിർദ്ദേശം നൽകി. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഒഴികെയുള്ള എല്ലാ സ്പെഷ്യൽ യൂണിറ്റുകളിലെയും 90% ജീവനക്കാരും അവരുടെ സേവനം ക്രമസമാധാന വിഭാഗം ADGPക്ക് ലഭ്യമാക്കും. ഇവർ നാളെ രാവിലെ ജില്ലാ പോലീസ് മേധാവിമാർ മുൻപാകെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പോലീസ് മൊബിലൈസേഷൻ്റെ ചുമതല ബറ്റാലിയൻ വിഭാഗം ADGPക്കാണ്. വിദേശത്ത് നിന്ന് ധാരാളം മലയാളികൾ തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ IPS ഓഫീസർമാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിലെയും പൊതുവായ ചുമതല പരിശീലന വിഭാഗം IG തുമ്മല വിക്രമിനാണ്. ഡോക്ടർ ദിവ്യ V ഗോപിനാഥ്, വൈഭവ് സക്സേന എന്നിവർക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെയും നവനീത് ശർമ്മയ്ക്ക് കൊച്ചി വിമാനത്താവളത്തിൻ്റെയും ചുമതല നൽകി. കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ ചുമതല ചൈത്ര തെരേസ ജോണിനാണ്. യതീഷ് ചന്ദ്ര, R ആനന്ദ് എന്നിവർക്കാണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ചുമതല. ഓരോ വിമാനത്താവളത്തിലും സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർക്കും ചുമതല നൽകി നിയോഗിക്കും. മാസ്ക് ധരിക്കാത്ത 4963 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 10 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. അതിഥി തൊഴിലാളികൾ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. ട്രെയിൻ മാർഗം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നവരുടെ രേഖകളും മറ്റും പരിശോധിക്കുന്നതിന് അതിർത്തി റെയിൽവേ സ്റ്റേഷനുകളിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുന്നവരെ ക്വാറന്റൈനിലേക്ക് വിടുകയാണ്. പാസ് ഇല്ലാതെ വരുന്നവരാണെങ്കിൽ കോൺട്രാക്ടർമാരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ ഉത്തരവാദിത്വത്തിലാണ് ക്വാറന്റൈനിലേക്ക് അയക്കുന്നത്. എന്നാൽ യാത്രാ പാസ്സില്ലാതെ എത്തുകയും ഏറ്റെടുക്കാൻ കോൺട്രാക്ടർമാർ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം അതിഥി തൊഴിലാളികളെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിർത്തി തിരികെ പോകുന്ന ട്രെയിനുകളിൽ കയറ്റിവിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ തിരിച്ച് കയറ്റിവിടാൻ പാടില്ല. പകരം അവരെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കും. ഏത് ജില്ലയിലേക്കാണോ പോകേണ്ടത് ആ ജില്ലയിലെ ഭരണ സംവിധാനം ക്വാറന്റൈൻ സൗകര്യമൊരുക്കണം. അവർക്കിവിടെ തന്നെ തൊഴിലെടുക്കുന്നതിന് അവസരം നൽകാൻ ജില്ലാതലത്തിൽ സൗകര്യങ്ങളുമൊരുക്കും. ക്വാറന്റൈൻ സമയത്തിന് ശേഷം സന്നദ്ധ സേനാ വളണ്ടിയർമാർക്കുള്ള ഓൺലൈൻ പരിശീലനം നാളെ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ
പ്രീ മൺസൂൺ പരിശീലനം 20,000 പേർക്ക് നൽകും. രജിസ്റ്റർ ചെയ്ത 3.5 ലക്ഷം വളണ്ടിയർമാർക്ക് ആഗസ്റ്റ് മാസത്തോടെ പരിശീലനം നൽകും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ID കാർഡ്, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകും. തൊഴിൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന 16 ക്ഷേമനിധി ബോർഡുകൾ 11 കുറക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായും കേരള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായും സംയോജിപ്പിക്കും. കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡും കേരള ഈറ്റ, കാട്ടുവള്ളി, തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡും കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡുമായി ചേർക്കും. കേരള ബീഡി ആൻഡ് സിഗാർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡുമായുമാണ് സംയോജിപ്പിക്കുക. ഉയർന്ന ഭരണച്ചെലവ് കാരണം മിക്ക ക്ഷേമനിധി ബോർഡുകളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പല ബോർഡുകളുടെയും നിലനിൽപ്പ് തന്നെ പ്രയാസമായിട്ടുണ്ട്. ബോർഡുകളിൽ അംഗമായ തൊഴിലാളികൾ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് എണ്ണം കുറയ്ക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഈ പ്രശ്നം പഠിക്കാൻ ലേബർ കമ്മീഷൻ അധ്യക്ഷനായി തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുന്ന സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഈ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ചാണ് 16 ബോർഡുകൾ 11 കുറക്കാൻ തീരുമാനിച്ചത്. ഇത് പ്രാവർത്തികമാക്കുന്നതിന് നിയമനിർമ്മാണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന കാര്യാലയം ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ കൈമാറി. കൂടാതെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 300 PPE കിറ്റ്, 3 ലക്ഷം മാസ്ക് എന്നിവയും വിതരണം ചെയ്തു. സംസ്ഥാനത്ത് 10 വീടുകൾ നിർമ്മിച്ച് നൽകിയതായും 40 കുട്ടികൾ TV വിതരണം ചെയ്തതായും 1000 കേന്ദ്രങ്ങളിൽ പച്ചക്കറിത്തോട്ടങ്ങൾ ആരംഭിച്ചതായും അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് 6 ഫാം തൊഴിലാളികളും ജീവനക്കാരും ചേർന്ന് ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ ആദ്യ ഗഡു 24,19,154 രൂപ നൽകിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ 11,02,777 രൂപ. പാലക്കാട് മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിൽ 2,12,000 രൂപ. CPIM കോന്നി ഏരിയ സെക്രട്ടറി ആയിരിക്കെ മരണമടഞ്ഞ CG ദിനേശിൻ്റെ സ്മരണാർത്ഥം കുടുംബം 50,000 രൂപ. AIYF കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച 70,000 രൂപ. ഇടുക്കി പൂമാല ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലെ ST പ്രൊമോട്ടർമാർ 15,000 രൂപ. കണ്ണൂരിലെ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ പാഴ്വസ്തുക്കൾ വിറ്റ് സ്വരൂപിച്ച 10,000 രൂപ. ഇത്രയാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. PP കിറ്റുകൾ എയർലൈൻ കമ്പനികളോ ചാർട്ടർ ചെയ്യുന്ന ഏജൻസികളോ നൽകാനാണ് നിർദ്ദേശം. അതിന് അവർ സമ്മതം അറിയിച്ചിട്ടുണ്ടോ? ഈ കമ്പനികൾ സമ്മതം അറിയിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ചാർട്ടർ ഏജൻസികളും ഇത് സമ്മതം അറിയിച്ചിട്ടുണ്ടോ? പിന്നെ ഈ PP കിറ്റുകൾ ദീർഘനേരം ഇത് ധരിച്ചുകൊണ്ട് യാത്ര എത്രത്തോളം ആരോഗ്യപരമാണെന്ന് കൂടി വിലയിരുത്തിയിട്ടുണ്ടോ?
ഇപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന ചില യാത്രക്കാർ PPE കിറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. കാരണം അത് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും ഉതകുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി കുറച്ച് വിഷമം ഉണ്ടാകുന്നുള്ളത് ശരിയാണ്, കുറച്ച് വേർക്കൊക്കെ ചെയ്യും സാധാരണ നിലക്ക്. പക്ഷേ നമുക്കറിയാം എയർക്രാഫ്റ്റിനകത്ത് സാധാരണഗതിയിൽ അങ്ങനെ ചൂട് അനുഭവപ്പെടില്ല. അതുകൊണ്ട് ആ വിഷമം ഉണ്ടായാലും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അതിനുവേണ്ടി ഈ PPE കിറ്റ് വേണം. ഇപ്പോൾ PPE കിറ്റ് വേണമെന്ന് പറഞ്ഞത് സൗദിയിലാണ്. ഈ രാജ്യങ്ങളിൽ ഇന്നത്തെ നമ്മുടെ നില നോക്കിയാൽ ഏറ്റവും കൂടുതൽ തോതിൽ രോഗബാധിതരുണ്ടാകുന്ന ഒരു രാജ്യമാണ് സൗദി, ഇവിടെ വന്നവരുടെ കണക്കെടുത്താൽ. പിന്നെ അതിനേക്കാളും കൂടുതലുള്ളത് കുവൈറ്റിലാണ്. കുവൈറ്റിൽ പരിശോധനാ സംവിധാനം ഉള്ളത് കൊണ്ടാണ് അവിടെ എല്ലാവർക്കും പറയാത്തത്. പരിശോധന നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരിശോധന അവിടെ നടപ്പാക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, പരിശോധനയ്ക്ക് വിധേയരാകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരും PPE കിറ്റ് ധരിക്കണം. അപ്പോൾ PPE കിറ്റ് ഇപ്പോൾ കിട്ടാൻ പ്രയാസമുള്ളതല്ല, സുലഭമായി കിട്ടുന്നതാണ്. അത് ധരിച്ചുകൊണ്ട് വരാവുന്നതാണ്. ഈ കമ്പനികൾ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് സിം, അല്ലെങ്കിൽ അതിന് പ്രത്യേക ചാർജ് ഈടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്ന ആശങ്ക കൂടി പ്രവാസികളുടെ ഭാഗത്ത് വരുന്നുണ്ട്. പ്രത്യേക വിമാന ടിക്കറ്റിൽ നിരക്ക് വർദ്ധിപ്പിക്കുമോ, അതിന് വേറെ നിരക്ക് ഈടാക്കുമോ, അത്തരം ആശങ്ക കൂടി ഉണ്ട്. കമ്പനികൾ ഇത് സമ്മതം അറിയിച്ചിട്ടുണ്ടോ? അല്ല, PPE കിറ്റ് സാധാരണ യാത്രക്കാർ തന്നെ ചെയ്യേണ്ടി വരും. അത് ഇപ്പോൾ യാത്രക്കാരുമായിട്ട് അതിൻ്റെ കാര്യത്തിൽ ധാരണ ഉണ്ടാക്കണം. ഇവിടെ അതിന് യാത്ര ചെയ്യുന്നവർ PPE കിറ്റ് ധരിച്ചിരിക്കണം, അവിടുന്ന് വരുന്നവർ. അതാണ് വ്യവസ്ഥ. PPE കിറ്റും മാസ്കുമായിട്ട് ധരിച്ച് പ്രവാസികൾ വരട്ടെ എന്ന തീരുമാനം നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഈ വിവാദം ഒഴിവാക്കിക്കൂടായിരുന്നു. ഈ സർക്കാരിന് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് അനാവശ്യ വാശിയാണ് എന്ന പ്രതിപക്ഷത്തിന്റെ വാദം ഇപ്പോൾ ശരിയാവുകയല്ലേ ചെയ്തത്? അതല്ല വസ്തുത. ഇത് സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്നുള്ളത് അവിടെ പരിശോധന നടത്തലാണ് പ്രധാനം. ആ പരിശോധനയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞത് അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കാര്യങ്ങൾ വിജയിച്ചിട്ടില്ല. ആ ശ്രമം അവർ തുടരുന്നുണ്ട്. അതേത് ഘട്ടത്തിലും അതിന് നല്ല ഫലം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. ഏറ്റവും നല്ലത് പരിശോധിച്ച് വരൽ തന്നെയാണ്. ഈ രോഗവ്യാപനം വർദ്ധിച്ചു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിലൊക്കെ ഈ നിയന്ത്രണം കർശനമാക്കി. സംസ്ഥാനത്തിന് മറ്റെവിടെയെങ്കിലും ഇങ്ങനെ നിയന്ത്രണം കർശനമാക്കാൻ വല്ല സാധ്യതകൾ എന്തെങ്കിലും ആലോചനയിലുണ്ടോ? രോഗവ്യാപനത്തിൻ്റെ തോതനുസരിച്ച് കർശനമായ നിലപാടുകൾ എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അതിലൊന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരി എന്ന നിലക്ക് കുറച്ച് നിയന്ത്രണം വിട്ടു പോകുമ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായി വന്നു. മറ്റു ചില പ്രദേശങ്ങളിലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അത് വേണ്ടതായി വരും. ഈ വരുന്നവരെല്ലാം എയർപോർട്ടിൽ വെച്ച് പരിശോധന നടത്തണമെന്നല്ലേ പറയുന്നത്. അത് എത്ര സമയം കൊണ്ട് റിസൾട്ട് അറിയാൻ കഴിയും? എത്ര സമയമായ റിസൾട്ടോ? റിസൾട്ട് വേഗം അറിയും. ഈ പറയുന്ന റിസൾട്ട് അറിയുന്നതിന് അധിക താമസം എടുക്കില്ല. അതുവരെ അവർ എയർപോർട്ടിൽ തന്നെ നിൽക്കുമോ അതോ സർക്കാർ വേറെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റുമോ? ഇല്ല, എയർപോർട്ടിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. അവിടെ നിന്നുകൊണ്ട് പരിശോധന നടത്തി അവിടെ നിന്ന് യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിയമനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത? ബാലാവകാശ കമ്മീഷൻ ചെയർമാനെ നിശ്ചയിക്കുന്നത് സാധാരണഗതിയിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ്. അതനുസരിച്ച് അതിനൊരു അപേക്ഷ ക്ഷണിച്ചു. അതിൽ ക്വാളിഫൈഡ് ആയവരെ ഇൻ്റർവ്യൂ ചെയ്ത് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായി ആരാണോ യോഗ്യനായിട്ടുള്ളത് ആ ആളെ ശുപാർശയായി വന്നു. ആ ആൾക്ക് അംഗീകാരം കൊടുത്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് മനോജ് കുമാർ എന്ന ഇപ്പോഴത്തെ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. അഭിമുഖം സംബന്ധിച്ച ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ ജില്ലാ ജഡ്ജിമാരുണ്ടായിരുന്നു, ബാലാവകാശ പ്രവർത്തനങ്ങളിൽ സജീവമായ 1 ഡസൻ വിദഗ്ധരുണ്ടായിരുന്നു. അവരെ മറികടന്നാണ് ഒരു PTA അംഗമായി എന്ന ലേബലിലുള്ള മനോജ് കുമാർ നിയമിച്ചു എന്നാണ് ആക്ഷേപം. ഈ ഇൻ്റർവ്യൂ ബോർഡിന് ഏറ്റവും യോഗ്യനായി കണ്ട ആളെയാണ് സാധാരണ അതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കുക. അതിൽ ഇദ്ദേഹം ഇക്കാര്യത്തിൽ നല്ല യോഗ്യതയുള്ള ആളാണ്. നല്ല തോതിൽ ബാലാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നയാളാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ എടുത്തത്. അതിനകത്ത് സ്വാഭാവികമായും ഉണ്ടായിരുന്ന മറ്റാളുകൾക്ക് അതിൽ ചിലപ്പോൾ പരാതി ഉണ്ടായി എന്ന് വരാം. ആ പരാതി ഇതിൻ്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒന്നല്ല. തെരഞ്ഞെടുപ്പ് അവരുടെ ശരിയായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ളതാണ്. നല്ല വിവേചനാധികാരം ഉപയോഗിച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. യോഗ്യനായിട്ടുള്ള ആളെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി എന്നുള്ളതാണ് ഒരു ആക്ഷേപം. രണ്ടാമത് CPM-ആയിട്ട് ബന്ധമുള്ള ആളാണെന്നുള്ള രീതിയിലുള്ള ആക്ഷേപം വരുന്നത്. ഇതിൽ ഒരു മാനദണ്ഡത്തിലും ഇളവ് വരുത്തിയിട്ടില്ല.
എന്താണോ ഇതുമായി ബന്ധപ്പെട്ട നിയമം, എന്താണോ അതുമായി ബന്ധപ്പെട്ട ചട്ടം, ആ നിയമത്തിലും ചട്ടത്തിലും നിന്നുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നടത്തിയിട്ടുള്ളത്. ഒരു ചട്ടത്തിലും ഇളവ് വരുത്തിയിട്ടില്ല. മാനദണ്ഡങ്ങളിലെ ഇളവ് CM-ന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2017 പ്രധാന മാനദണ്ഡമായി പറഞ്ഞത് ഈ കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രവൃത്തി പരിചയം, അന്താരാഷ്ട്ര ദേശീയ അംഗീകാരങ്ങൾ, ഒപ്പം തന്നെ ഗവൺമെന്റ് സെക്രട്ടറി തലത്തിലോ അതിന് മുകളിലോ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ തല പരിചയം. പക്ഷേ 2020 ആയപ്പോൾ അത് പേഴ്സൺ ഓഫ് എമിനൻസ് ഇൻ സ്റ്റുഡന്റ് ആക്റ്റീവ് ഇൻ ചൈൽഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് മാത്രമായി ലഘൂകരിച്ചിട്ടുണ്ട്. ഇത് മനോജ് കുമാറിന്റെ നിയമനത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ടോ? അത് ആക്റ്റിലോ പറഞ്ഞ ചട്ടത്തിലോ ഉള്ള വ്യവസ്ഥയായിരുന്നില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ ചട്ടത്തിലില്ല, ആക്റ്റിലുമില്ല. യഥാർത്ഥത്തിൽ എന്തോ പ്രത്യേക ഉദ്ദേശത്തോടെ ഒരു കാലത്ത് അങ്ങനൊരു വ്യവസ്ഥ വെച്ചിരുന്നു. അത് വസ്തുതയാണ്. അത് പിന്നീട് വെച്ചൊരു വ്യവസ്ഥയാണ്. അത് ചട്ടത്തിലുണ്ടായ വ്യവസ്ഥയല്ല. ചട്ടത്തിൽ ഇപ്പോഴും അതില്ല. ആ വ്യവസ്ഥയനുസരിച്ച് കാര്യങ്ങൾ നീക്കിയപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമതൊരു ഘട്ടം വന്നപ്പോൾ അത് വെച്ചുകൊണ്ട് അപേക്ഷ ക്ഷണിച്ചപ്പോൾ ആരും ആ തരത്തിൽ അപേക്ഷിക്കാനുണ്ടായിരുന്നില്ല. അത് നിങ്ങൾ പറഞ്ഞ വർഷമായിരിക്കാം, ഈ പറഞ്ഞ 2017. അതിന് മുമ്പിലുള്ള നിയമനത്തിനാണ് ഇത് ബാധകമാക്കിയത്. എന്നിട്ട് അങ്ങനെയൊരു നിയമനം നടക്കാൻ ശ്രമിച്ചപ്പോൾ ആരും ഇല്ല എന്ന് വന്നപ്പോൾ സ്വാഭാവികമായും ആ വ്യവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു. അങ്ങനെയാണ് പിന്നെ പരസ്യപ്പെടുത്തിയത്. അതാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. ഞാൻ പറഞ്ഞത് എന്താ, ഇവിടെ നിയമം ചട്ടവും ഉണ്ടായിട്ടുണ്ട്. ആ നിയമത്തിലും ചട്ടത്തിലും വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ വ്യവസ്ഥകൾ തന്നെയാണ് പാലിച്ചു പോയത്. അങ്ങനെയെങ്കിൽ അഭിമുഖത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുണ്ട്. ഈ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ മനോജ് കുമാറിന് കണ്ട ഒരു പ്രത്യേക യോഗ്യത എന്താണെന്ന് പൊതുസമൂഹത്തോട് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന് പരമയോഗ്യനായത് തന്നെ, അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. നല്ല ചുറുചുറുക്കുള്ള ആളാണ്. കാര്യങ്ങൾ നല്ല ഭംഗിയായി നിർവഹിക്കാൻ പറ്റും. ഈ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതിനു ശേഷം അതിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഈ പ്രതിഷേധം ശക്തമായെന്ന് പറഞ്ഞു. പിന്നെ CM മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ആരൊക്കെ ഒരു കുത്തിത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്ന് വ്യക്തമാക്കാമോ? ആരാണ്? COVID-19 സർട്ടിഫിക്കറ്റിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. COVID-19 സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളിടത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് മാത്രമേ സാധാരണഗതിയിൽ വിദേശത്ത് നടപ്പാക്കാൻ പറ്റൂ. അവർ ശ്രമിച്ചിട്ട് അത് നടപ്പാക്കാനാവുന്നില്ല. ആ വിവരം ഞങ്ങളെ അറിയിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ഗവൺമെൻറ്റുമായി ചർച്ച തുടരുകയാണെന്ന്. ഇന്ന് അവരുടെ അവസാന വിവരവും വന്നു. അതിൻ്റെ ഭാഗമായി പിന്നെ അത് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് വരാനുള്ള തടസ്സം നേരിടും. ആ തടസ്സം പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യവസ്ഥകൾ, അത് ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ചില വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുള്ളത്. അത് പ്രവാസികളുടെ ഇങ്ങോട്ടുള്ള വരവിനെ ആശ്രയിച്ചുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് കുത്തിത്തിരിപ്പിനെക്കുറിച്ച് ഇത്രയെല്ലാമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾ നല്ല മാധ്യമപ്രവർത്തകരാണല്ലോ. ആ മാധ്യമപ്രവർത്തകർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇന്നത്തെ ആ വാർത്തയുടെ ഉദ്ദേശം? എന്തിനാണ് ആ വാർത്ത? ആരെയാണത് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക? നിങ്ങൾ തൽക്കാലം കേരളത്തിലെ സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആത്യന്തികമായി പ്രതികൂലമായി ബാധിക്കുന്നത് ആരെ? അറിയില്ലേ മറ്റ് രാജ്യങ്ങളിലെ അവസ്ഥ? ആ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിനെ പരോക്ഷമായി കുറ്റപ്പെടുന്ന രീതിയിലൊരു വാർത്ത വരിക. പരോക്ഷമല്ല, ഇത് പ്രത്യക്ഷമല്ലേ? ഇപ്പോഴും 10,000 അവിടെ ജീവിക്കല്ലേ നമ്മുടെ സഹോദരങ്ങൾ. ഈ ദുരന്തം കഴിഞ്ഞാലും അവരവിടെ ജീവിക്കേണ്ടവരല്ലേ? ആ 10,000 സംരക്ഷിച്ച ഗവൺമെൻറ്റല്ലേ അവിടെയുള്ളത്? ആ 10,000 ഇനിയും സംരക്ഷിക്കേണ്ടവരല്ലേ അവർ? ആ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തലാണോ? തൽക്കാലം സംസ്ഥാന സർക്കാരിനെതിരെ ഇങ്ങനെയൊന്ന് പ്രയോഗിച്ച് തൽക്കാലം ആളുകളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ കഴിയുമോ നോക്കുന്ന ആ കുത്തിത്തിരിപ്പിനെ കുറിച്ചാണ് കൃത്യമായി പറഞ്ഞത്. രാഷ്ട്രീയ ഇലക്ഷൻ പുതിയൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ആ പത്രത്തിന്റെ രാഷ്ട്രീയ സംഘടന UDF ആയിട്ട് സഖ്യത്തിലേക്ക് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണോ ഈ ഒരു ഗൂഢാലോചന നടക്കുന്നത്? ഇതൊരു സാമൂഹ്യ വിരുദ്ധ നിലപാടാണെന്നേ ഞാൻ പറയൂ. രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമല്ല അതിനെ വിളിക്കേണ്ടത്. സാമൂഹ്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ സമൂഹത്തെയാണ് പ്രധാനമായി കാണേണ്ടത്.
കഴിഞ്ഞ ആഴ്ച സി എം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കേരള സമൂഹ വ്യാപനത്തിന്റെ വക്കീലാണ് എന്നാണ് പറഞ്ഞത്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് സമൂഹ വ്യാപനത്തിന്റെ സൂചന എന്ന് പറഞ്ഞത്. അതായത് സമൂഹ വ്യാപനത്തിലേക്ക് പോയി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം ഈ ഉറവിടമില്ലാത്ത രോഗികൾ കാണുക എന്നുള്ളത് സമൂഹ വ്യാപനമാണല്ലോ. ഇല്ല. ആ തരത്തിൽ അതിനെ എടുക്കേണ്ടതില്ല. സമൂഹ വ്യാപനത്തിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. എന്നാൽ സമൂഹ വ്യാപന ഭീഷണി ഒഴിഞ്ഞു എന്നൊരു കാരണവശാലും കാണാൻ പറ്റില്ല. ഒരു ആശ്വാസകരമായ അന്തരീക്ഷമായി എന്ന് പറയത്തക്ക അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നാം ജാഗ്രത തുടരണമെന്ന് പറയുന്നത്. ആ ജാഗ്രത നല്ല രീതിയിൽ തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശാരീരിക അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, ആവശ്യമായ ജാഗ്രതയെല്ലാം പാലിക്കൽ, ഇതൊക്കെ നമ്മൾ ഒരു ശീലമാക്കി തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. ഈ സംസ്ഥാനത്ത് പോയിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് ബിസിനസ് സ്ഥാപനങ്ങളുള്ളവർക്ക് ഈ ക്വാറന്റീൻ്റെ കാര്യം എങ്ങനെയാണ്? 2 ദിവസമൊക്കെ അവർക്ക് ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോയിട്ട് വരുമ്പോൾ അവിടെ ക്വാറന്റൈനിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? തിരിച്ചു വരുമ്പോൾ ഇവിടെ ക്വാറന്റൈനിൽ കഴിയേണ്ട സാഹചര്യമുണ്ടോ? നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണത്. ബിസിനസ് ആവശ്യാർത്ഥം ഇവിടെ ഒരാൾ വന്നു, അല്ലെങ്കിൽ സാങ്കേതിക ജോലികളുടെ കാര്യത്തിന് ഇവിടെ ഒരാൾ വന്നു, ആ ആൾ ഇവിടെ ക്വാറന്റൈനിൽ കഴിയണമെന്ന് നമ്മൾ പറയുന്നില്ല. കൃത്യമായ വിവരം നമുക്ക് വേണം എന്താവശ്യമാണെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ആ ജോലി കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു പോകാം. ഒരാഴ്ചയിലധികം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതൊക്കെ നേരത്തെ നമ്മൾ വ്യക്തമാക്കിയ കാര്യമാണല്ലോ. CM ഇപ്പോൾ ഈ കോവിഡിനിടയിൽ UDF വലിയൊരു രാഷ്ട്രീയ ചർച്ച, നേതൃമാറ്റത്തെ ചൊല്ലിയിട്ടൊരു ചർച്ച നടക്കുന്നുണ്ട്. രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്ക് അതേസമയം തന്നെ മുസ്ലിം ലീഗ് അതിനകത്ത് എടുക്കുന്ന ഒരു പൊസിഷൻ, മുല്ലപ്പള്ളിയുടെ വിവാദ പരാമർശത്തെ കോൺഗ്രസ് അംഗീകരിക്കുമ്പോഴും മുസ്ലിം ലീഗ് തള്ളി പറയുന്നു, KP മജിദൊക്കെ. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കൾ UDF പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ലീഗുമായി അങ്ങ് നല്ല ബന്ധത്തിലൊക്കെയാണ്. ഇപ്പോൾ ലീഗ് ഒരു സ്വാഗതം ചെയ്ത രീതിയിലേക്കോ കോൺഗ്രസിനേക്കാൾ നല്ലൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ആ പരിപ്പങ്ങ് വേറെ വെച്ചാൽ മതി. നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പം നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാം. ഈ ക്വാറന്റൈൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ അവിടെ ക്ലാസ്സുകൾ തുടങ്ങി, പരീക്ഷകൾ തുടങ്ങി. അപ്പോൾ അവിടേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾ ഒരു ദിവസത്തേക്ക് അവിടെ പോയിട്ട് തിരികെ വരും. ഈ തിരികെ വരുന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റൈൻ, ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. അവർ തിരികെ വന്നാൽ 14 ദിവസത്തെ ക്വാറന്റൈൻ എന്നുള്ള നിർബന്ധമാണ്. അത് ഒരു അവ്യക്തത നിലനിൽക്കുന്നതാണ്. എങ്ങനെ? അതായത് ഈ ഇതര സംസ്ഥാന തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ സ്ഥാപനങ്ങൾ പരീക്ഷകൾ തുടങ്ങി, അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ. അവിടെ കുട്ടികളെ കൊണ്ടാക്കാൻ കേരളത്തിൽ നിന്ന് രക്ഷിതാക്കൾ ഒപ്പം പോകുന്നുണ്ട്. അവർ തിരികെ വരുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഇവിടെ ക്വാറന്റൈനിൽ കഴിയണം എന്നുള്ളത് അത് ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമല്ല. നമ്മുടെ ആരോഗ്യ വകുപ്പിലെ വിദഗ്ധരുമായിട്ട് ആലോചിച്ചൊരു നിലപാടെടുക്കാം. വിമാന ജീവനക്കാരുടെ, ക്യാബിൻ ക്രൂ, പൈലറ്റ് അടക്കമുള്ള ജീവനക്കാരുടെ ക്വാറന്റൈൻ വ്യവസ്ഥയുണ്ട്. അത് അവർ ഫോളോ ചെയ്യുന്നത് ICMRന്റെ 5 ദിവസം ക്വാറന്റൈൻ എന്ന രീതിയാണ്. പക്ഷെ സംസ്ഥാനത്ത് 14 ദിവസം വേണമെന്ന് പറയുന്നു. അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് കണ്ണൂരൊക്കെ ഉണ്ടായതുപോലെ വിഷയങ്ങൾ അതിന്റെ ഭാഗമാണ്. അവർ 5 ദിവസം കഴിഞ്ഞ് അവരുടെ മാനേജ്മെന്റ് അനുസരിച്ച് അവർ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ അവരുടെ ക്വാറന്റൈൻ തീർന്നിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വേറെ തീരുമാനമോ അല്ലെങ്കിൽ ഇതിലൊരു തുല്യത കൊണ്ടുവരാൻ നീക്കമൊന്നും നടത്തുമോ? ഇതിൽ സാധാരണ നിലക്ക് ഇവിടുത്തെ നിലപാടുകളാണ് അവർ അംഗീകരിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായുള്ള പ്രശ്നങ്ങൾ മറ്റു കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആ വിമാന കമ്പനികളുമായി ചർച്ച ചെയ്യാം. ഈ സമരങ്ങളുടെ കാര്യം കൂടി, സമരങ്ങൾ ഇപ്പോഴും ഒരു തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. വലിയ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളുടെയും അങ്ങ് കണ്ടതാണ്, 3 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട പ്രകടനങ്ങൾ, കൊലവെടി പ്രകടനം നടക്കുന്നു. അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ അല്ലാത്ത പ്രകടനം നടക്കുന്നു. മൊത്തത്തിൽ രാഷ്ട്രീയ സമരങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുന്നു. കോവിഡ് മാനദണ്ഡം പാലിക്കുന്നുമില്ല. ഇത് നിർത്താൻ എന്തെങ്കിലും അടിയന്തര നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമോ? ഇതിൽ സർക്കാർ എന്ന നിലക്ക് നടപടിയെടുക്കുകയല്ല വേണ്ടത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ ബോധം ഇക്കാര്യത്തിൽ ഉയർന്നു വരികയാണ് വേണ്ടത്. ആ പൊതുബോധം ഉയർത്തുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃനിരക്ക് വളരെ പ്രത്യേകമായ ഉത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ നേതൃനിര കാണിക്കുന്ന കാര്യങ്ങൾ എല്ലാ തരത്തിലും മാതൃകാപരമാവണം. അവരുടെ അണികൾക്ക് മാത്രമല്ല, മറ്റുള്ളവരും കാണുമ്പോൾ അത് ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് തോന്നുന്നതിന് ഇടയാക്കണം. അപ്പോൾ ഈ സമരം ചിലപ്പോൾ നടത്തേണ്ടതായിട്ട് വരും. ആ സമരം നടത്തുമ്പോൾ പഴയതുപോലെ വല്ലാതെ ആൾക്കൂട്ടം ചേർന്നുകൊണ്ട് നടത്താൻ ഇന്നത്തെ കാലത്ത് പറ്റില്ല. അപ്പോൾ അത് നിശ്ചിത നമ്പറിൽ ഒതുങ്ങിക്കൊണ്ട് നടത്തുന്ന നിലയുണ്ടാവണം. അതുപോലെ തന്നെ ശാരീരിക അകലം പാലിച്ചുകൊണ്ട് വേണം. നിശ്ചിത നമ്പറേ പാടുള്ളൂ, ശാരീരിക അകലം പാലിച്ചുകൊണ്ട് വേണം എന്തായാലും. അതിന് എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു നിബന്ധനയായിട്ട് മാത്രം വെക്കേണ്ട കാര്യമല്ല. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്ന നിലപാടാണിത് എന്ന് കണ്ടുകൊണ്ട് തന്നെ
ഇതുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. സഹകരിക്കാത്ത നില വരുമ്പോൾ സ്വാഭാവികമായിട്ടും നയപരമായ നടപടികൾ വേണ്ടി വരും. ആ നടപടികളല്ല പ്രധാനം, ഏറ്റവും കൂടുതൽ ഇതുമായി സഹകരിക്കലാണ്. ആ സഹകരണം ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമരം വേണ്ട എന്നേ പറയുന്നില്ല. പിന്നെ കൊലവിളി മുദ്രാവാക്യം ഉയർത്തുന്നവർ ആരായാലും അതൊന്നും ഇന്ന് സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടോളണം. അത് പൊതുവിൽ നമ്മുടെ സമൂഹം അംഗീകരിക്കാത്തൊരു കാര്യമാണെന്ന് കണ്ടുകൊണ്ട് സ്വയം തിരിച്ചറിഞ്ഞ് ശരിയായ നില സ്വീകരിച്ചു പോകണം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.